നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ബ്ലാസ്റ്റേഴ്സ് വല്ലാത്തൊരവസ്ഥയിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ഇന്നിപ്പോൾ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള കളിയുണ്ട്. കളിക്ക് മുന്നോടിയായിട്ടിപ്പോൾ ആ കാര്യത്തിൽ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുന്നു. വിക്ടർ ബർത്തോമ്യുവിന് സസ്പെൻഷനുണ്ട്. 1ഉം 2ഉം കളിയല്ല, 3 കളികളിൽ സസ്പെൻഷനുണ്ട്. ചെന്നൈയിൻ എഫ് സിക്കെതിരെയുള്ള കളിയിൽ അദ്ദേഹം 78 മിനിറ്റ് കളിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലെ ചില സംഭവങ്ങളുടെ പേരിലാണ് അദ്ദേഹത്തിന് സസ്പെൻഷൻ എന്ന് തന്നെ ബ്ലാസ്റ്റേഴ്സും കൺഫേം ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹം സസ്പെൻഷനിലാണ്, പുറത്തിരുന്ന് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയമാണിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിരുന്നല്ലോ. ബ്ലാസ്റ്റേഴ്സ് അത് കൺഫേം ചെയ്യുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ക്യാൻ കൺഫേം ദാറ്റ് വിക്ടർ ബർത്തോമ്യു വിൽ സെർവ് എ 3-match suspension due to a red card as a result of a retrospective action after the club's last fixture. ഇപ്പോൾ കഴിഞ്ഞ കളിയിലെ ആ ഒരു ആക്ഷൻ കാരണം, റിട്രോസ്പെക്റ്റീവ് ആക്ഷൻ കാരണം അദ്ദേഹത്തിന് റെഡ് കാർഡ് കൊടുത്തിട്ടുണ്ട്. റെഡ് കാർഡ് എന്ന് പറഞ്ഞാൽ കളി റെഡ് കാർഡൊന്നും കൊടുത്തിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി ശരിയല്ല എന്ന് കണ്ടിട്ടായിരിക്കണം അത്തരമൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ AFFൻ്റെ ഡിസിപ്ലിനറി ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ളൊരു തീരുമാനം പോയിട്ടുണ്ടാവുക. ഒരു എൽബോയിങ് ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് അന്ന് തന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴി വെക്കുകയും ചെയ്തിരുന്നു. ഏതായാലും വിക്ടർ ബർത്തോമ്യു പുറത്ത്. മാത്രമല്ല, അയാൾക്ക് സസ്പെൻഷനാണ് 3 കളികളിലേക്ക്. കോറൂസിങ്ങിൻ്റെ കാര്യത്തിൽ അധികം പേഴ്സണൽ റീസൺ കാരണം, ഫാമിലി റീസൺ കാരണം കഴിഞ്ഞ കളി കളിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള പീരീഡിലേക്ക് അദ്ദേഹം അൺഅവൈലബിൾ ആയിരിക്കും എന്ന കാര്യം കൂടി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. എന്തായാലും വിക്ടർ ബർത്തോമ്യു സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നു, ടൈം ടു സപ്പോർട്ട് ദി ടീം ഫ്രം ഔട്ട്സൈഡ് വൈൽ സെർവിങ് എ സസ്പെൻഷൻ സെർവ് ചെയ്യുന്നു. ഇപ്പോൾ ഈ സമയത്ത് കളിക്കളത്തിന് പുറത്ത് നിന്ന് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയമാണ്. വർക്കിംഗ് ഹാർഡ് എവറി ഡേ ടു ഗിവ് മൈ ബെസ്റ്റ് ഫോർ ദിസ് ഗ്രേറ്റ് ക്ലബ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. എല്ലാവരെയും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അദ്ദേഹം നന്ദിയും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അപ്പോൾ ഇന്നത്തെ കാര്യത്തിൽ സ്ട്രൈക്കർ വിക്ടർ ബർത്തോമ്യു ഇല്ലാതെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് എന്നർത്ഥം. എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ കളിയെന്ന് കണ്ടറിയാം. അപ്പോൾ കളിച്ച കളിയൊക്കെ തോറ്റ് നിൽക്കുകയാണല്ലോ. അപ്പോൾ കളിച്ച 4 കളിയും തോറ്റ് നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുമോ? കാത്തിരുന്ന് കാണാം. ഈസ്റ്റ് ബംഗാൾ 4 കളി 7 പോയിൻറ്റോടെ 5ാം സ്ഥാനത്താണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് 4 കളി 0 പോയിൻറ്റോടെ 13ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.